പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ് ദുഷ്പ്രവർത്തി. പരിശുദ്ധാത്മാവ് നമ്മളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മോശമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ മരിച്ചു പോകും, 15 മിനിറ്റിനോട് നിനക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. ജീവജലനദി ഉണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു പൂവന ദേശം. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമ്മെ സഹായിച്ചത് വലിയ ഭാഗ്യമാണ്. ഹൂ ആർ വി? നമ്മൾ ആരാണ്? ഫ്രം വെയർ വി കെയിം ഫ്രം? നമ്മൾ എവിടുന്ന് വന്നു? വെർ ആർ യു ഗോയിങ്? എവിടാ പോകുന്നേ? ഈ 3 ചോദ്യങ്ങൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ 3 ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് ഇൻ ഹിയർ? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇവിടെ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് ഇൻ ദിസ് വേൾഡ്? എ ബ്യൂട്ടിഫുൾ ലൈഫ് ഗോഡ് ഹാസ് ഗിവൻ ടു അസ്. വളരെ മനോഹരമായ ഒരു ജീവിതം നമുക്ക് തന്നപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ദെയർ ഈസ് എ പർപ്പസ് ഗോഡ് ക്രിയേറ്റഡ് അസ്. ദൈവം നമ്മളെ ഒരു പർപ്പസ്, ഒരു കാര്യത്തിനു വേണ്ടി നമ്മളെ ക്രിയേറ്റ് ചെയ്തുവെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ഇൻ ദിസ് ബൈബിൾ. ഈ 3-4 ചോദ്യങ്ങൾ ഉത്തരം ഈ തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 9. എല്ലാവരും ഒന്ന് നോക്കി വായിച്ചാൽ നന്നായിരുന്നു. ഞാൻ വായിച്ചു തുടങ്ങാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നൽകപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ആദ്യന്തും ഞങ്ങളെ നടത്തണമേ. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന തിരുവചനം അല്പസമയം ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും അടിയും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒന്ന് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ്? അതിൻ്റെ പേര് ദാറ്റ് ഈസ് കോൾഡ് എവർ ലാസ്റ്റിംഗ് ലൈഫ് ഇൻ ഹെവൻ. നിത്യതയിൽ എന്നേക്കുമായിട്ട് ജീവിക്കുവാനുള്ള ഒരവസ്ഥ. അത് നമ്മൾ കണ്ടിട്ടില്ല, ഒരു പക്ഷെങ്കിൽ തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? നാം എത്തേണ്ട ഇടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോക ജീവിതം കഴിഞ്ഞാൽ അടുത്ത ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? നമ്മുടെ ചിന്തകൾ വളരെ പരിമിതമാണ്. നമ്മുടെ ബുദ്ധിയുടെ 1/3 പോലും നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ അല്പസമയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇവിടെ എടുക്കുന്ന ശ്വാസം വിടാൻ വയ്യാതെ വന്നാൽ, അല്ല വിട്ട ശ്വാസം എടുക്കാൻ വയ്യാതെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായിരിക്കും? ഹല്ലേലൂയ. From where we came from? നമ്മൾ എവിടുന്നാ വന്നേ?
എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ചിന്ത അവിടെയുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 6 വരെ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവനിൽ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. നാം തൻ്റെ സന്നിധിയിൽ എന്താകണം? 1, വിശുദ്ധരാകണം. 2, നിഷ്കളങ്കരാകണം. അവൻ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തു. ഫ്രം വെയർ? ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എവിടുന്നാ? അനാദിയിൽ നിന്ന്. നമ്മൾ എവിടേക്ക് പോകുന്നു? അനാദിയിൽ നിന്ന് അനാദിയിലേക്ക് പോകുന്നു. നിത്യതയിൽ നിന്ന് അനന്തതയിൽ നിന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മൾ എന്നുണ്ട്? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളുണ്ട്. ഇല്ലാത്തൊരു വസ്തുവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? ഇവിടെ നിന്നും പലരെയും നമ്മൾ പല ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കും, ഇല്ലേ? ഉള്ളതിനെയല്ലേ തിരഞ്ഞെടുത്തത്? നാം എന്നുണ്ടായിരുന്നു? പിതാവാൻ ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം ഉണ്ടായിരുന്നു. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു പിതാവിൻ്റെ അരികിൽ ലോകസ്ഥാപനത്തിൻ്റെ സമയത്തുണ്ട്. ക്രിസ്തു പിതാവിനോട് കൂടെ ആയിരുന്നു. ആ സൃഷ്ടിയുടെ സമയത്ത് നമ്മളുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരുമുണ്ട്. ഇനിയും ജനിക്കാൻ പോകുന്നവരുമുണ്ട്. നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. ഈ ലോക ജീവിതം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഒരു നിത്യത കർത്താവ് ഒരുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകല്ലേ. അവൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. ഈ എവർ ലാസ്റ്റിംഗ് ലൈഫിലേക്കാണ് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. ലൈഫ് ഫെലോഷിപ്പുള്ള ഒരു കുഞ്ഞു പോലും ഈ നിത്യതയിൽ പ്രവേശിക്കാതിരിക്കരുതേ എന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ പ്രാർത്ഥനകളുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് ആരെ കാണാം? കർത്താവിനെ കാണാം. നമുക്കൊരു പാട്ടിൻ്റെ ശീലകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. കഷ്ടതയെ സഹിച്ചവരും കല്ലേലടിയിടി കൊണ്ടുമരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ, 1000 ആണ്ടു
വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ ജീവജല നദി ഉണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. ഈ യേശുവിനെ മുഖാമുഖം കാണുവാൻ, ആ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹമുള്ളവർ, പൂർണ്ണവിശ്വാസമുള്ളവർ കരങ്ങളെ ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ! ഈ സ്വർഗത്തിൽ ഹല്ലേലൂയയേ ഉള്ളൂ. ഭൂമിയിൽ മിണ്ടാതിരിക്കുന്നവർ സ്വർഗത്തിൽ ചെന്ന് ഹല്ലേലൂയ പറയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആലാപശാന്തര, നിന്റെ വായ, നിന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ സംസാരിക്കും. വളരെ കംഫർട്ടബിളായി നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കും. ഹല്ലേലൂയ! നിത്യതയിൽ അനാദിയിൽ നിന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഇരിക്കുന്ന ഓരോ കുഞ്ഞുകുട്ടി, എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ദൈവം അനാദിയിൽ നിന്ന് തിരഞ്ഞെടുത്തു. ആദ്യത്തെ ഭവനം നിത്യത, രണ്ടാമത്തെ ഭവനം അമ്മയുടെ ഉദരം, മൂന്നാമത്തെ ഭവനം ഈ ഭൂമി, നാലാമത്തെ ഭവനം മലമുകൾ. മനസ്സിലായോ? കാണും. അവിടെ കുറച്ചു നാൾ കിടന്നു കഴിയുമ്പോൾ ഒരഞ്ചാമത്തെ ഭവനത്തിലേക്ക് പോകും. അതാണ് നിത്യത. മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു, അമ്മയുടെ ഉദരത്തിലാക്കി, ജനനം സംഭവിച്ചു. പിന്നെ ഈ ലോകത്തിൽ ഒരു ജീവിതമുണ്ട്. യു ക്യാൻ ലീവ് ദ വേ യു വാണ്ട് ഇറ്റ്. എങ്ങനെ വേണമെന്നാലും ജീവിക്കാൻ ഒരു ഫ്രീ വില്ല് കൊടുത്തു. ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു വൃക്ഷത്തെയും ഫലത്തെയും സൃഷ്ടിച്ചു പറഞ്ഞു, യു ക്യാൻ ഈറ്റ് എവറിതിങ് അതർ ദാൻ ദിസ്. ഈ ഒരു ഫലം ഒഴിച്ച് ബാക്കിയെല്ലാം നിനക്ക് തിന്നാം. പക്ഷേ അവിടെ ആരാ? ശത്രു പ്രവർത്തിച്ചു. ശത്രുവിന്റെ പ്രവൃത്തികൾ ഈ ലോകത്തിലുണ്ട്. ഒരു യുദ്ധം നമുക്കുണ്ട്, ഒരു വാർഫെയർ നമുക്കുണ്ട്. എന്തെല്ലാം യുദ്ധമാണ് ഈ ലോകത്തിൽ വന്നാൽ നമുക്കറിയാം. ഒരു കുഞ്ഞ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മുഷ്ടി ചുരുട്ടിക്കൊണ്ടാ. എന്താ യുദ്ധത്തിനായിട്ട് വരിക? പോകുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? കയ്യും മലത്തിയാ പോകുന്നത്. ഇതാ എനിക്കൊന്നും കൊണ്ടുപോകാനില്ല, യുദ്ധം അവസാനിച്ചു. യുദ്ധത്തോട് വരുന്ന കുഞ്ഞ്, പോകുന്ന മനുഷ്യൻ കൈമലർത്തിയിട്ടുകൊണ്ട് പോകും. ഹല്ലേലൂയ! ഒന്നുമില്ല. ജീവിതം ഇത്രയേ ഉള്ളൂ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ശ്വാസം പോയാൽ, എടുക്കാൻ വയ്യാതെ വന്നാൽ തീർന്നു കാര്യം. ഹല്ലേലൂയ! അങ്ങനെയാണ് ജനനം. ഈ ലോകത്തിൽ ഒരു ജീവിതമുണ്ട്. യു ക്യാൻ ലീവ് ദ വേ യു വാണ്ട്. നിനക്ക് എങ്ങനെ വേണമെന്നാ ജീവിക്കാം. വിശ്വാസിയായി ജീവിക്കാം, അവിശ്വാസിയായി ജീവിക്കാം, കള്ളനായി ജീവിക്കാം, ദുഷ്ടനായി ജീവിക്കാം. അനീതി ചെയ്യുന്നവന്റെ പ്രവർത്തിക്കുന്നത് അനാഥ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതെങ്കിലോ തീയതെങ്കിലോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരുമെന്നുള്ള ഓർമ്മയോടുകൂടി വേണം നാം എന്തെങ്കിലും ചെയ്യാൻ. നാം എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അങ്ങനെ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ ഇരിക്കുന്നതും നീ നിൽക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഞാൻ അറിയുന്നു. ഞാൻ അറിയാതെ എൻ്റെ മുമ്പിൽ ഒന്നുമേ ഇല്ല. സർവ്വതും നഗ്നമായി മലർന്നും കിടക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് റെക്കോർഡഡ്. എവറിതിങ് ഈസ് റെക്കോർഡഡ്. ഒരിക്കലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം നമ്മുടെ ദേഹിയിൽ റെക്കോർഡാണ്. അങ്ങനെയെങ്കിൽ അത് തന്നെ എടുത്ത് റിവൈൻഡ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ മനസ്സിലാവും. ഹല്ലേലൂയ! നമ്മൾ അതുകൊണ്ട് വാക്കിനാലോ വചനത്തിനാലോ പ്രവൃത്തിയാലോ ഒരു മനുഷ്യരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരെയും കുറ്റം വിധിക്കാൻ പാടില്ല. നാം മനുഷ്യരെ കുറ്റം വിധിച്ചാൽ നമ്മെ കുറ്റം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു.
ഈ ലോക ജീവിതം കഴിഞ്ഞാൽ ഒരു മരണമുണ്ട്. ഈ മരണം നമ്മുടെ ദേഹിയിൽ സംഭവിക്കും. നമ്മുടെ ആത്മാവും ദേഹിയും ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ഈ ദേഹം നിശ്ചലമായി മാറും. ഈ നിശ്ചലമാകുന്ന ശരീരത്തെ അപ്പോഴാണ് മരിച്ചു എന്ന് പറയുന്നത്. മരിച്ചു കഴിയുമ്പോൾ 4 പേർ കൂടും, ഒരു ശുശ്രൂഷയൊക്കെ നടത്തും, ഒരു പെട്ടി വാങ്ങിച്ചുകൊണ്ട് വരും, അതിനുള്ളിലാക്കി പള്ളിയിലേക്ക് കൊണ്ടുവരും. അന്ത്യ ശുശ്രൂഷ, സമയം രഥമൊക്കെ പാടി ലൈഫ് ഫെലോഷിപ്പിന്റെ ഇവിടെ ഒരു പെട്ടി, ഒരു ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അതിലോട്ട് പൂക്കളുമൊക്കെ ഇട്ട് മനോഹരമായി കിടത്തും. ഒരിക്കലും ഉമ്മ കൊടുക്കാത്തവരും ഒരിക്കലും സ്നേഹിക്കാത്തവരും വന്നൊരു ഉമ്മയൊക്കെ കൊടുത്ത് കുറെ സ്നേഹവാക്കുകളൊക്കെ പാസ്റ്റർമാർ പ്രസംഗിച്ച് കുറെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആരോഗ്യമുള്ളവർ പെട്ടി പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി മലമുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നൊരു പ്രാർത്ഥനയൊക്കെ കരഞ്ഞ് നീ മണ്ണാകുന്നു, മണ്ണോട് മണ്ണ് ചേരുക എന്ന് പറഞ്ഞ് മണ്ണും പൂഴിയും വാരി വായിലേക്ക് എറിഞ്ഞ് ആ 6 അടി മണ്ണിലേക്ക് ഒഴിച്ചു വെച്ച് മേസ്രിയോട് പറയും അടച്ചേക്കാൻ പറയും. അവർ സിമെന്റ് വെച്ച് അടച്ച് പോകും. മഴ പെയ്താൽ വെള്ളം വീഴുമോ? വീഴും. നമ്മൾ 2 നില 3 നില വീടുകളിലൊക്കെ താമസിച്ച് സുഖിച്ച് ജീവിച്ചു, നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ചു. ഈ മഴവെള്ളം വായിലേക്ക് വീഴുമ്പോൾ വായെല്ലാം അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വായ് വീഴുമോ സംശയമാണ്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഉപദേശി എന്തിനാ ഈ ഇങ്ങനെ തുണി വെച്ച് വായ കെട്ടുന്നത്? എന്തിനാണ് ഈ കാലുകൾ തമ്മിൽ കെട്ടുന്നത്? എന്തിനാണ് കൈകൾ തമ്മിൽ കെട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉപദേശി നല്ലൊരു ഉത്തരം പറഞ്ഞു. മോനെ, ഇവൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ളൂ, ഇനി മേലെ കുറ്റം പറയണ്ടെന്നും പറഞ്ഞ് തലയങ്ങ് കെട്ടി. അപ്പം വായ അടഞ്ഞുപോയി. കണ്ണെന്തിനാ അടച്ചേ? ഇവൻ നോക്കുന്നതും എല്ലാം ഈ ലോകത്തിലേതാണ്. അവൻ TV 24 hours അവൻ്റെ കണ്ണും തിരുമ്മി അങ്ങ് അടച്ചു. ഇനി നീ TV കാണണ്ട, വാട്സപ്പും കാണണ്ട, അടച്ചു. കാലോ, ഇവൻ പോയത് മൊത്തം കൊളൊരു താഴ്മ. കാല് വെക്കുന്നിടമെല്ലാം നശിക്കും, കുടുംബം നശിക്കും, വീട് നശിക്കും, പള്ളി നശിക്കും, ദേശം നശിക്കും. ഇവൻ ഇനി അതിനു വേണ്ടി ഓട കെട്ടി. കൈ കെട്ടിയതോ, ഇവൻ കൈ എടുത്താൽ നാട്ടുകാരെ അടിക്കും, വീട്ടുകാരെ അടിക്കും, ഭാര്യയെ തല്ലും. ഇനി നീ അടിക്കുകയും വേണ്ട, പിള്ളേരെയും തല്ലണ്ട. എല്ലാം കെട്ടിക്കൂട്ടി ഒരു പരുവത്തിലാക്കി അവസാനം ഒരു മൂടലുണ്ട്. ആ തുണിയെടുത്തൊരു മൂടൂടെ മൂടും. കഴിഞ്ഞു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, അതോടുകൂടി മനുഷ്യൻ്റെ ആ ഒരു അതുവരെയുള്ളത് കഴിഞ്ഞു. അത് കഴിയുമ്പോഴാണ് ഗ്ലോറിഫൈഡ് ബോഡി, പുനരുത്ഥാനം. പുനരുത്ഥാനം എന്നുള്ള വിഷയമുണ്ട്. എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ്. അവിടെയാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന സമയത്ത് കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ചാടി എഴുന്നേക്കും. ക്രോമോസോമുകളായി വിഭജിച്ച് കിടക്കുന്ന ശരീരത്തിന്മേൽ കർത്താവിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ആത്മാവ് വന്ന് നമ്മുടെ ശരീരം ഗ്ലോറിഫൈ ആകും, തേജസ്കരിക്കപ്പെട്ട ശരീരമാകും, ക്രിസ്തുവിന്റെ ശരീരം പോലെ ആകും. യേശുവിനെ പോലെ സഞ്ചരിക്കാൻ കഴിയും, യേശുവിനെ പോലെ സംസാരിക്കാൻ കഴിയും, യേശുവിനെ പോലെ എല്ലാം ചെയ്യുവാൻ കഴിയുന്ന ഒരു ശരീരത്തോടു കൂടി ക്രിസ്തുവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് പുനരുത്ഥാനം. അത് കഴിഞ്ഞിട്ട് എന്താണ്? പുനരാഗമനം. പുനരുത്ഥാനം കഴിഞ്ഞു, നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. പുനരാഗമനം, ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരും. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച, മിലനിയം, 1000 years നമ്മുടെ രാജാക്കന്മാരായി, പ്രഭുക്കന്മാരായി യേശുവിനോടുകൂടെ വാഴും. അത് കഴിഞ്ഞെന്തുണ്ട്? ന്യായവിധി. ഈ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കർക്ക് വേണ്ടി അന്ന് ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരും മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ശേഷിച്ചവർ എന്താകും? ശേഷിച്ചവർ നിത്യന്യായവിധിക്ക് വേണ്ടി, നിത്യശിക്ഷാവിധിക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. അവർ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ക്രിസ്തുവിന്റെ ന്യായാസനം
ഹല്ലേലൂയ. അവിടെ നിന്ന് ഇടത്തും വലത്തുമായി തിരിച്ച് കൊള്ളാവുന്നവരെ നിത്യതയിലേക്കും കൊള്ളരുതാത്തവ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും നിത്യ തീപ്പൊയ്കയിലേക്കും മറ്റുള്ളവരെ നിത്യതയിലേക്കും കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അവിടെയാണ് എറ്റേണൽ ജഡ്ജ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. അവിടെ നിത്യത ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ അവിടെ ചെന്നേ അറിയാൻ പറ്റൂ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. അത് കഴിഞ്ഞാണ് എവർ ലാസ്റ്റിംഗ് ലൈഫ്. അതാണ് നിത്യത. ഈ നിത്യതയ്ക്ക് രണ്ടുണ്ട്. ഒന്ന് ഹെവൻ, അതർ വൺ ഹെൽ. ഒന്ന് നിത്യസ്വർഗവും നിത്യനരകവുമുണ്ട്. നിത്യനരകത്തിലേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോകാം, നിത്യസ്വർഗത്തിലേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോകാം. പ്രിയ സഹോദര, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇത്രയും വർഷമായി ഈ കർത്താവിന്റെ തിരുവചനം കേൾക്കുന്നു. ഇതിൽ ഒരെണ്ണമെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ചിന്തിച്ചോണം. കാരണം നാളെ ഈ പ്രസംഗം കേൾക്കത്തില്ല. കാരണം ഒരുപക്ഷെ ഞാൻ കണ്ടില്ലെന്ന് വരും, ഒരുപക്ഷെ നിങ്ങളിൽ ഒരാൾ കണ്ടില്ലെന്ന് വരും. യേശുവിന് വേണ്ടി ജീവിക്കാത്ത മനുഷ്യൻ, യേശുവിന് വേണ്ടി ജീവിക്കാത്ത ഒരു മനുഷ്യൻ പോലും നിത്യതയിൽ എത്തുകയില്ല. യേശുവിന്റെ തിരുവചനം അനുസരിക്കാത്ത ഒരു വ്യക്തി പോലും നിത്യതയിൽ എത്തുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വളരെയധികം പഠിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇതാണ് സത്യം, ഇതാണ് നിത്യം. ദൈവത്തിന്റെ വചനമാണ് സത്യം, ദൈവത്തിന്റെ വചനമാണ് നിത്യം. ബാക്കിയെല്ലാം മിഥ്യയാണ്. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നുവോ എന്നുള്ളതാ. ഞാൻ മനുഷ്യന് വേണ്ടി ജീവിക്കുന്നുവോ, അതോ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നുവോ, അതോ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നുവോ? തീരുമാനം എടുത്തുകൊള്ളുക. ഞാൻ എൻ്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവ് പറയുന്ന പോലെ നടത്തിപ്പാകുന്ന എത്ര പേരുണ്ട്? സഹോദര, നിങ്ങൾ ഈ ചർച്ചിലേക്ക് വന്നിട്ട് എത്ര നാളായി? സഹോദരി, നിങ്ങൾ ഈ ചർച്ചിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഈ പുൾപിറ്റിൽ നിന്ന് അനേകായിരം പ്രസംഗങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിടുതൽ സംഭവിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസാന്തരം സംഭവിച്ചോ? അതോ നിങ്ങൾ വന്ന കാലം മുതൽ ഇന്ന് വരെ ഈ ഇരിപ്പാണോ? വളരെ ഈസി ചെയറുകളുണ്ട്. ഒരു കാലത്ത് ചെയറുകൾ കുറവായിരുന്നു, പിന്നെ ചെയറുകളായി. വളരെ മനോഹരമായ ചർച്ചിൽ ഇരുന്നു കൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്ത് പോകുവാനാണോ കർത്താവ് നമ്മളെ വിളിച്ചത്? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം കൊണ്ട് മനുഷ്യൻ മരിക്കും. രണ്ട് തരത്തിലുള്ള മരണമുണ്ട്. ഒന്ന് ശാരീരിക മരണം, രണ്ട് ആത്മീക മരണം. ഇത് സംഭവിച്ചേ മതിയാകും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ചിലപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മരിച്ചു കിടക്കുന്നവർ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാനതേക്കുറിച്ച് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാനും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോൾ കർത്താവേ ഈ കുഞ്ഞിനെ ഒന്ന് ഉയർപ്പിക്കണമേ, ഇയാളിനെ ഒന്ന് ഉയർപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ വചനം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവ് വിളിച്ച സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ വീണ്ടും എഴുന്നേൽപ്പിച്ച് കഷ്ടത അനുഭവിക്കുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞ് അവൻ ദോഷപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നെങ്കിൽ നരകത്തിൽ പോയാൽ ആര് ഉത്തരവാദിത്വം പറയും? പാസ്റ്റർ പറയുമോ? അതെന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പ്രാർത്ഥിച്ചൊരു പക്ഷെങ്കിൽ ഉയർത്തെഴുന്നേക്കാം, ഒരു പക്ഷെങ്കിൽ അല്ല ഉയർത്തെഴുന്നേക്കുമെന്ന് വെച്ചോളൂ. അതാണ് വിശ്വാസം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആ വ്യക്തി പാപത്തിൽ വീണുപോയാൽ അവൻ്റെ അന്ത്യം നിത്യ നരകത്തിലായിരിക്കും. അതിന് ഉത്തരവാദിത്വം ആര് പറയും? കർത്താവിന് ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അവൻ പിന്നെ ഇത് ദേഹി, ആത്മാവ്. ദേഹം കാണാൻ പറ്റും, ദേഹിയും ആത്മാവിനെ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ ദേഹിയിലാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത്. നാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ അതിനുള്ള റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എടുത്ത് റിവൈൻഡ് ചെയ്യുമ്പോൾ കർത്താവിനെല്ലാം അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ കർത്താവിനെല്ലാം അറിയാം. അപ്പൊ നമ്മുടെ ഈ ജീവിതം എവിടുന്ന് എവിടേക്ക് പോകുന്നു? നമ്മൾ നിത്യതയിലേക്ക് പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വാസം കാത്തു. എനിക്ക് എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മൾ കാക്കുന്നുണ്ടോ? നീതിയുടെ കിരീടം പ്രാപിപ്പാനായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ട സമയം
വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ട്രാവലർ ആണ്. നമുക്കൊരു യാത്രയാണ്. ഈ യാത്രയിൽ യുദ്ധമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ തിരമാലകളുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി പോകുമ്പോൾ ഭയങ്കര തിരമാല, കൊടുങ്കാറ്റൊക്കെ അടിച്ചു. യേശുവിനെ ഉണർത്തി. യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുവാൻ നിനക്കിഷ്ടമാണോ? അല്ല. യേശു ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. നമ്മുടെ ജീവിത യാത്രയിൽ രോഗമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, പ്രയാസമുണ്ടാകാം, പ്രതികൂലമുണ്ടാകാം. പക്ഷേ യേശുവിനെ ഒന്ന് വിളിക്കുമോ? യേശുവേ എന്നോട് മനസ്സലിയണമേ. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ച് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗൃഹകാരം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. ഗൃഹകാര്യം ക്രമപ്പെടുത്തുക. ഹല്ലേലൂയ. ഗൃഹകാര്യം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 2 ഗൃഹകാര്യമുണ്ട്. ഒന്ന് നിത്യത എന്നുള്ള ഗൃഹകാര്യം, ഇവിടെ ഭൂമിയിലുള്ള ഗൃഹകാര്യം. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഈ ഭൂമിയിലുള്ള ഗൃഹകാര്യം? ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വസ്തുവകകളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു വിൽ എഴുതി അങ്ങ് വെക്കണം. ആർക്ക് വേണ്ടിയെന്നറിയാമോ? ഈ വസ്തുവകകളും ബാങ്ക് ബാലൻസും നഷ്ടപ്പെട്ടു പോകാതെ തൻ്റെ തലമുറയ്ക്ക് ലഭിക്കത്തക്ക രൂപത്തിൽ ഇപ്പോഴേ ഒരു വിൽ എഴുതി വെക്കണം. 2-ാമത്തെ കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം. ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ പോകണം. 3, ഒരു നല്ല ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. ഒരു ഡയറി എടുത്തതൊക്കെ ഒന്ന് എഴുതിയേക്കണം. ഭാര്യയ്ക്ക് വായിക്കാവുന്ന രൂപത്തിലോ മക്കൾക്ക് അറിയാവുന്ന രൂപത്തിലോ. എവിടൊക്കെയാണ് നമ്മുടെ പേപ്പറൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയണം. ചില മക്കൾ വെളിയിൽ നിന്ന് വരും, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പച്ചൻ്റെ തുണി എവിടാന്ന് പോലും അവർക്ക് അറിയത്തില്ല, എവിടെ ഇരിക്കുന്നത് ഒരു സാധനവും അറിയത്തില്ല. അവർ ഓടി തപ്പി നടക്കും, ഒടുവിൽ കിട്ടാത്തപ്പം എവിടെയെങ്കിലും കടയിൽ പോയി ഒരു 2 മീറ്റർ തുണി ഒരു ഉടുപ്പും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇടിപ്പിക്കുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഓർത്ത് നോക്കൂ, ഈ ലോകത്തിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചിലതുണ്ട്, അതങ്ങ് നേരത്തെ ഇപ്പോഴേ ഇന്നേ പോയി ചെയ്തേക്കണം. കാരണം നാളെ നമ്മളങ്ങ് പോയെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ കഷ്ടത്തിലാകും. സ്വത്തുണ്ടാക്കിയതൊക്കെ വലിയൊരു ഗവൺമെൻറ് അടിച്ചുകൊണ്ട് പോകും, ആരെങ്കിലും പൊക്കട്ടെ, പൊസ്തു പോയെങ്കിൽ പൊക്കോട്ടെ. ആ ബൈബിളൊക്കെ ഒന്ന് എടുത്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി തലകൊണ്ട് വെച്ചേക്കണം. കാരണം ആരെങ്കിലും കയറി വന്നാൽ എടുത്ത് ഒരു സങ്കീർത്തനം വായിക്കാനായിട്ട്. പൊടി പിടിച്ച് കിടക്കുന്ന ബൈബിളൊക്കെ ഒന്ന് എടുത്ത് തൂത്ത് തുടച്ചൊക്കെ ഇപ്പോഴേ വെച്ചേക്കണം. 2 പാട്ടുപുസ്തകമൊക്കെ എടുത്തൊന്ന് വെച്ചേക്കണം. ഒരു പാട്ടുപുസ്തകം ചില വീട്ടിൽ കാണത്തുള്ളൂ, 2-3 ഇരിക്കട്ടെ. ആരെങ്കിലും വന്ന് പാട്ടുകളൊക്കെ ഒന്ന് പാടണമെങ്കിൽ അമ്മ എടുത്ത് കൊടുത്തോളും. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ഇപ്പോഴേ അങ്ങ് ചെയ്തേക്കണം, നാളത്തേക്ക് വയ്ക്കരുത്. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാ രാജാവിനോട് പ്രവാചകൻ ചെന്ന് പറഞ്ഞു, നീ മരിച്ചു പോവും, നിനക്ക് രോഗം വന്നു, നീ മരിച്ചു പോവും. രോഗം വന്ന എല്ലാവരും മരിക്കുന്നുണ്ടോ? ഇല്ല, വെറുതെ, ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷെ ഈ പ്രശ്നത്തിൽ കർത്താവ് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. മരിച്ചോ? ഇല്ല. അവനെന്ത്? രോഗം മാറാൻ ഏറ്റവും ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഹിസ്കിയാ രാജാവ് എന്തറിയാമോ? ചുമരിനോട് ചേർന്ന് കിടന്നുകൊണ്ട്, കർത്താവേ, ഞാൻ ചെയ്ത നന്മ പ്രവർത്തികളൊക്കെ ഒന്ന് ഓർക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവിൻ്റെ മനസ്സ് മാറി. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്കൊരു മരണക്കിടക്ക വന്നു, ആരെങ്കിലും ഭാഷണം വന്നു പറഞ്ഞ് നീ പോക്ക, എന്നാലും ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചോ. നമുക്കൊരു മാനസാന്തരം ഉണ്ടായി. ഇപ്പം നമ്മൾ ചുമരിനോട് ചേർന്ന് കിടന്നുകൊണ്ട് എന്തോ പറയും, കർത്താവേ, ഞാൻ ചെയ്ത തിന്മ പ്രവർത്തികളെല്ലാം ക്ഷമിക്കണമേ. ഇല്ലയോ? രാജാവ് പറഞ്ഞത്, എൻ്റെ നന്മ പ്രവർത്തിയൊക്കെ ഒന്ന് ഓർക്കണമേ. കർത്താവ് അന്നേരം ക്ഷമിക്കത്തില്ല. ആ പ്രാർത്ഥന കേട്ട് ഹിസ്കിയാ രാജാവിന് 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തു. ആർക്കെങ്കിലും ആയുസ് നീട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണമെന്ന് നിങ്ങളോട് പറയത്തില്ല. കർത്താവ് സമയമാകുമ്പം വിളിച്ചാൽ പൊക്കാൻ റെഡി ആയിക്കോണം.
ചോദിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടി കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹിസ്കിയാ രാജാവിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് വായിച്ചു, അപ്പോൾ മനസ്സിലാവും എന്തോ പറ്റിയെന്ന്. അപ്പം അതുകൊണ്ട് ചിലത് ചോദിച്ച് വഴക്ക് കെട്ടി വാങ്ങിക്കരുതേ, സന്തോഷത്തോടെ പോകാൻ തയ്യാറായിക്കണം. എവിടേക്കാ? നിത്യതയിലേക്ക് പോകാൻ റെഡി ആയിക്കൊള്ളണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെഹെസ്കേൽ 37 1 മുതൽ 14 വരെ മുഴുവൻ വായിക്കാൻ സമയമില്ല. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ അത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഡ്രൈ ബോൺസ്, ഉണങ്ങിയ അസ്ഥികൾ. യെരുശലേമിനെ നോക്കി, യഹൂദന്മാരെ നോക്കി, ഇസ്രായേൽ നോക്കി ദൈവം പറയുകയാണ്, നീ ഉണങ്ങിയ അസ്ഥികളാണ്, നിനക്ക് ജീവനില്ല, ഒരു ഹല്ലേലൂയയുമില്ല, ഒരു സ്തോത്രവുമില്ല. സ്തോത്രം പറയാൻ പറഞ്ഞാൽ സൂത്രം പറയും, അല്ലേലും അയ്യോ പറഞ്ഞ അല്ലേലും വയ്യ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ജീവിതം മാറ്റിയിട്ട് ഒരു ഹല്ലേലൂയ പറയുന്നതിന് ഒരു ഹല്ലേലൂയ തന്നെ ആയിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ചിലർ പറഞ്ഞു, ചിലർ പറഞ്ഞില്ല. സ്വർഗത്തിൽ ചെന്ന് ഇതല്ലാതെ തമിഴിൽ ഞാൻ പോയി നോക്കി, ഇംഗ്ലീഷിൽ പോയി നോക്കി, കൊറിയൻ ഭാഷയിൽ നോക്കി. ഞാൻ ജോലി ചെയ്തെടുത്ത് 32 ഭാഷക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രയർ ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിക്ക് പോലും ഒറ്റ വാക്കേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് വരുമ്പം ഹല്ലേലൂയ. മലയാളിയുടെ വായിൽ നിന്ന് മാത്രം ഹല്ലേലൂയ വരത്തില്ല, അല്ലേലും വയ്യ. എപ്പോൾ ചോദിച്ചാലും വയ്യ. എവിടം വയ്യ? മുട്ടുവയ്യ. പിന്നെ എവിടം വയ്യ? തല വയ്യ. പിന്നെ എവിടം വയ്യ? പിന്നെ പലയിടവും വയ്യ വയ്യ. യേശു പറഞ്ഞു, പാമ്പിനെയും തേളിനെയും സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ വേദന പ്രയാസം വരുമ്പോൾ ഒന്ന് പറയണം, സർവശക്തനായ പിതാവാം ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നടുവേദനയെ വിട്ടുപോ, തലവേദനയെ വിട്ടുപോ, പ്രഷറെ വിട്ടുപോ. ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞേച്ച്, ഡയബറ്റീസ് വിട്ടുപോ യേശുവിൻ്റെ നാമത്തിൽ. വിശ്വാസത്താൽ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഞാൻ കാലിന് വേദന വരുമ്പോൾ, കൈക്ക് വേദന വരുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ വേദനിക്കുന്ന ഒരു യേശു എൻ്റെ ഉള്ളിലുണ്ട്. ആ യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ യേശുവിലുമാണ്. ക്രൈസ്റ്റ് ഇൻ us and we are in Christ. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വി ആർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലുമാണ്. പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യും? വഴി ഇന്നതെന്ന് പറഞ്ഞു തരും. വഴി ഇന്നതെന്ന് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിലിരുന്ന് നേർവഴിക്ക് യേശു നടത്തുന്ന നല്ല പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? എൻ്റെ എവർലാസ്റ്റിംഗ് ലൈഫിലേക്ക്, നിത്യതയിലേക്കാണ് നമ്മളെ നടത്തുന്നത്. കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല പ്രിയമുള്ളവരെ. ഇറ്റ് കംസ് ആൻഡ് ഗോസ്. അത് വരും പോകും. യോബിന്റെ ജീവിതത്തിൽ മുഴുവൻ നശിച്ചില്ലേ? കർത്താവ് മടക്കി കൊടുത്തില്ലേ? പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും നമുക്ക് മറുപടി തന്നില്ലേ? മറന്നുപോയോ? ഹല്ലേലൂയ. ഡോക്ടറിനോട് പറഞ്ഞു, നിനക്ക് മയോകാർഡിയോ ഇൻഫ്രാക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ മരിച്ചു പോകും, 15 മിനിറ്റിനോ നിനക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. ഈജിപ്ഷ്യൻ ഡോക്ടറിനോട് ചോദിച്ചു, നിനക്ക് വട്ടാന്നോ? യു ആർ എ മാഡ് മാൻ. 15 മിനിറ്റ് കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രൈസ് ദ ലോർഡ് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ യേശുവിനെ കാണാമല്ലോ. ഈ മരുഭൂമിയിലെ വെയിലും ചൂടും ഒന്നും കൊള്ളണ്ടല്ലോ, ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും അനുഭവിക്കണ്ടല്ലോ. നിങ്ങൾക്കറിയണോ, ഹാർട്ട് അറ്റാക്കായ എന്നെ ബോംബെയിൽ ഞാൻ വന്ന് വലിയൊരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു. 7-8 ഡോക്ടർമാർ നിരനിരയായിരുന്നു. 8-9 മെഷീനുകൾ കൊണ്ടുവന്ന് ഘടിപ്പിച്ചു. അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഹാർട്ടിൻ്റെ വെയിൻ
കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാ മരുഭൂമിയിൽ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എനിക്ക് തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയ സഹോദരി, അതുകൊണ്ടാണ് ഈ വചനവുമായി ഞാൻ ഇറങ്ങാൻ കാരണം. ഹല്ലേലൂയ! ഇത് സത്യമാണ് ദൈവവചനം, ഇത് നിത്യമാണ്. ഇത് കളിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിത്യ നരകത്തിൽ കടന്ന് ചാകാത്ത പുഴു, കേടാത്ത തീയിൽ കിടന്ന് പിഴയേണ്ടി വരുമെന്നുള്ളതിന് വചനത്തിൽ തെളിവുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആരെങ്കിലും ഈ നിത്യത കർത്താവിനോടുകൂടി ചെലവഴിക്കണമോ അതോ സാത്താനോടുകൂടി നരകത്തിൽ ചെലവഴിക്കണമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ അസ്ഥികൾ ജീവിക്കും. ഞരമ്പുകൾ വെക്കും, ത്വക്കുകൾ വെക്കും. ആത്മാവില്ലാത്തതുകൊണ്ടാണ് ദുർനടപ്പ്, പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ് ദുഷ്പ്രവർത്തി, പരിശുദ്ധാത്മാവ് നമ്മളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മോശമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ് ദോഷപ്രവർത്തികൾ ചെയ്യുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദുരാത്മാവിനെ പ്രാപിച്ചുള്ള നിന്റെ പോക്ക് അവസാനിപ്പിക്കണം. ഇന്ന് പകൽക്കാലം ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ഓർത്തു നോക്കുക, ഇത് അവസാന നിമിഷമാണ്, ഇത് അവസാന നിമിഷമാണ്. നാളെ നിനക്കില്ല, നാളെ ഒരു അവസരം ലഭിച്ചു എന്ന് പറയില്ല. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നടന്നുകൊള്ളുക, ആത്മാവിനെ നടത്തിപ്പിലായിക്കൊള്ളുക. അല്ല എങ്കിൽ പട്ടുപോകും, നശിച്ചു പോകും. ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. സഹോദരി സഹോദരങ്ങളെ, നേടുവാൻ നമുക്കൊന്നുമില്ല. നിനക്കത്ര പണമുണ്ടായാലും, നിനക്കത്ര ആരോഗ്യമുണ്ടായിരുന്നാലും, നീ എത്ര ഭയൽമാനായിരുന്നാലും ഒറ്റ ശ്വാസമേ ഉള്ളൂ, ഒറ്റ ശ്വാസമേ ഉള്ളൂ, ഒറ്റ ശ്വാസമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതം ഏത് നിത്യതയിലായിരിക്കണം? നിത്യതയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കണമോ അതോ സാത്താനോടുകൂടി നിത്യനരകത്തിലായിരിക്കണമോ? കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം തിരുവചനത്തിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിത്യത തന്നിരിക്കുന്നതിനായി സ്തോത്രം. അനാദിയിൽ നിന്ന് അനാദിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നേക്കാം. എന്നാൽ കർത്താവേ, അങ്ങയെ നോക്കി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പകാലം മാത്രമുള്ള ലോക ജീവിതത്തിൽ കർത്താവിനെ ആരും ജീവിക്കുന്നതിലധികമായ സൗഭാഗ്യകരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് വേറെയില്ല. കർത്താവേ, ഇന്ന് വന്നേക്കും അങ്ങയുടെ സമാധാനവും സൗഖ്യവും തന്ന്, ആരോഗ്യവും തന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ജയമെടുപ്പാൻ, കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ഞ കൂടാത്ത മുഖത്തോടുകൂടി അങ്ങ് എതിരേൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.